ഹായ് പ്രൈസ് ലോഡ് ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഇന്ന് ഞാൻ ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ദ ന്യൂ കവനൻറ്റ്, പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്, അതിൻ്റെ ഉദ്ഘാടനം ചെയ്തതും അതിനെ അവസാനിപ്പിച്ചതും കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പഴയ ഉടമ്പടി പോലെയല്ല പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടിയിൽ ദൈവം കൽപ്പനകൾ കൊടുത്തപ്പോൾ ആ കൽപ്പനകൾ കൊടുത്തതിൻ്റെ കാരണം തന്നെ കൽപ്പനകൾ അനുസരിക്കുവാനല്ല, എന്നാൽ കൽപ്പനകൾ അവർ എത്രമാത്രം അനുസരിക്കാൻ ശ്രമിച്ചാലും അവർക്കത് പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് കൽപ്പനകൾ കൊടുത്തത്? പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എത്രത്തോളമാണ് അവൻ പാപത്തിൽ വീണ് കിടക്കുന്നത്, പാപത്തിൻ്റെ ഘനം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് കൽപ്പനകൾ കൊടുത്തത്. കൽപ്പനകൾ ഒരിക്കലും തെറ്റല്ല. കൽപ്പനകൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഉന്നതിയിൽ നിന്ന് ദൈവം തന്നെയാണ് അവിടെ കൽപ്പനകൾ കൈകൊണ്ട് എഴുതിയതെന്ന് നമുക്ക് പഴയ നിയമത്തിൽ വായിക്കാൻ സാധിക്കും. 2 കൽപ്പലകളിൽ ദൈവത്തിൻ്റെ എഴുത്താണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 10 കൽപ്പനകൾ മാത്രമല്ല, ഒരു 400 ചില്ലാനം ഉപകൽപ്പനകളുണ്ട്. 10 കൽപ്പനകൾ മെയിനായിട്ട്. ഇത് ഒരു മനുഷ്യനും പോലും ഇപ്പോൾ 9 കൽപ്പനകൾ അനുസരിച്ചാലും ഒരു കൽപ്പന തെറ്റിക്കഴിഞ്ഞാൽ അവനെല്ലാം പൊട്ടിച്ചതിന് തുല്യമായി. അപ്പം മനുഷ്യരാശിക്ക്, മനുഷ്യവംശത്തിന് ഇത് ഒരിക്കലും സാധ്യമല്ല. കാരണം ദൈവത്തിന് വചനം പറയുന്നു, നീതിമാൻ ഒരുവൻ പോലും ഇല്ല, എല്ലാവരും വീണുപോയി. യുവർ റൈറ്റസ് ആക്ട്, നിങ്ങളുടെ നീതി പ്രവർത്തികൾ എൻ്റെ മുമ്പിൽ മുഷിഞ്ഞ കൂറകുപ്പായമാണ് ദൈവത്തിന് വചനം പറയുന്നത്. ലൈക്ക് ഇറ്റ് ഇസ് ഫിൽത്തി റാഗ്. ശരിക്ക് നമ്മൾ അത് പറയാൻ പാടില്ല, പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് മെൻസ്ട്രൽ പാഡ്. അത്ര കൂറക്കുപ്പായം പോലെയാണ് മനുഷ്യൻ്റെ എത്ര വലിയ നീതി പ്രവർത്തികൾ എന്ന് ദൈവത്തിന് വചനം പറയുന്നു. അപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഇതൊരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇവിടെ നിവർത്തീകരിച്ചത്. 10 കൽപ്പനകൾ ദൈവം നിവർത്തീകരിച്ചു കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. ആ യേശു ക്രിസ്തു ആണ് പിന്നീട് നമുക്ക് പുതിയ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവിനെ തരുന്നത്. അതായത് യേശുവിൻ്റെ ആത്മാവിനെ തന്നെ നമുക്ക് തരുന്നത്. യേശുവിൻ്റെ ആത്മാവിനെ എന്തുകൊണ്ട് തന്നു? ആ കൽപ്പനകൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് അതിനനുസരിക്കാൻ പറ്റും. കർത്താവാണ് അനുസരിച്ചത്, നമുക്കല്ല, കർത്താവാണ് അത് അനുസരിച്ചത്. അപ്പോൾ അതിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് 10 കൽപ്പനകൾ അനുസരിക്കാൻ പറ്റും. അപ്പോൾ ആശ്രയിക്കേണ്ടത് കൽപ്പനയിലല്ല, ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ആ കൃപയാണ് യേശു ക്രിസ്തു മുഖാന്തരം വന്നത്. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് ദൈവത്തിന് വചനം പറയുന്നു. മോശ മുഖാന്തരം കൽപ്പനകൾ നൽകപ്പെട്ടു, എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ഈ കൃപ നമ്മൾ ഓരോരുത്തരും വാഴട്ടെ, ഭരിക്കട്ടെ ധാരാളമായി. യേശുവിന്റെ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു ഓൾ.